കണ്ണൂരിലെ ദന്തൽ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ച് SP MP മോഹനചന്ദ്രൻ. കോടതി അനുമതി കിട്ടിയ ശേഷം റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്യും. ലോൺ ആപ്പിന്റെ ഇടപെടലുകളും പരിശോധിക്കുന്നുണ്ടെന്നും SP കണ്ണൂരിൽ അറിയിച്ചു. നെക്സ്റ്റ് റീഅറസ്റ്റുള്ള റിക്വസ്റ്റ് കോടതിയിലുണ്ട്. അത് നാളത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇല്ല, ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ് ആ സമയത്ത് പോലീസ് മെൻഷൻ ചെയ്തില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം. അപ്പോൾ അത് ക്ലാരിഫൈ ചെയ്യുന്നതും കൂടിയാണ് ഒരു റീഅറസ്റ്റിന് കൊടുത്തത്. തീർച്ചയായിട്ടും അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കും. ഇത് കഴിഞ്ഞാൽ ഒരു പുതിയ ടീം നോക്കുന്ന സ്ഥിതിക്ക് ആദ്യം എടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഇല്ലേ, അതിന് പുറമെ മറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കും. എന്തെങ്കിലും അവർക്ക് ഫർദറായിട്ട് എന്തെങ്കിലും രേഖപ്പെടുത്താനുണ്ടെങ്കിൽ രേഖപ്പെടുത്തും. കൂടുതൽ വിശദാംശങ്ങളുമായി മിഥുൻ പിള്ളയുണ്ട് കണ്ണൂരിൽ നിന്നും. മിഥുൻ, ഏത് രീതിയിലാണ് ഇപ്പോൾ ഈ അന്വേഷണവും നടപടികളും മുന്നോട്ട് പോകുന്നത്? പ്രജിത്ത്, നേരത്തെ ഉണ്ടായിരുന്ന അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് പരാതികൾ ഉയർന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരമൊരു നീക്കം ഉണ്ടായത്. നമുക്കറിയാം, കുടുംബം ആ പരാതി കൃത്യമായി ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലുള്ള അന്വേഷണ സംഘത്തെ മുഴുവൻ മാറ്റിക്കൊണ്ട് പുതിയ അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിന് പിന്നാലെയാണിപ്പോൾ പുതിയ ക്രൈംബ്രാഞ്ച് SP ആയ MP മോഹനചന്ദ്രന്റെ നേതൃത്വത്തിൽ ഇത് അന്വേഷണം ആരംഭിച്ചത്. ജീവൻ ജോർജ് എന്ന് പറയുന്ന DYSP ആണ് കേസ് അന്വേഷിക്കുക. ഏതായാലും കേസന്വേഷണത്തിന്റെ ഭാഗമായി ഇന്ന് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ കണ്ണൂരിൽ എത്തിയിരുന്നു. മുന്നേ ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുകയും രേഖകളടക്കം പരിശോധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. മുൻ വീഴ്ചകൾ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായി അന്വേഷണം നടത്താനുള്ള നീക്കത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അത് തന്നെയാണ് നമുക്ക് ഇന്നിപ്പോൾ ഉദ്യോഗസ്ഥരുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. അത് തന്നെയാണ്. ഏതായാലും ആവശ്യമെങ്കിൽ ഈ വീട്ടുകാരുടെ മൊഴിയടക്കം എടുത്തുകൊണ്ട് ശക്തമായ അന്വേഷണം നടത്താൻ തന്നെയാണ് നിലവിൽ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. തുടർ നടപടികളുമായി അവർ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പ്രജിത്ത്. ഓക്കെ, മിഥുനാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.